ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം നാരദീയ ഭക്തിസൂത്രങ്ങളിൽ 40 സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അതില് 34-ാമത്തെ സൂത്രത്തിൽ ഭക്തിയുടെ സാധനങ്ങളെ ആചാര്യന്മാർ പാടുന്നു എന്ന് വെച്ചാൽ പാടിപ്പോഴ്ത്തുന്നു എന്ന് വെച്ചാൽ അർത്ഥം എന്തെല്ലാം ഉണ്ടായാലാണ് ശരിയായ ശുദ്ധമായ ഭക്തി ഉണ്ടാവുക എന്നുള്ള വിഷയം ആചാര്യന്മാർ ഉപദേശിക്കുന്നു. അവിടെ പറഞ്ഞു തത്വവിഷയത്യാഗാത് സംഘത്യാഗാത്. നമ്മൾ വിശദമായി ചിന്തിച്ചതാണ്, ഓർമ്മിപ്പിക്കുക മാത്രമാണ്. വിഷയത്യാഗം കൊണ്ടും സംഘത്യാഗം കൊണ്ടും. തുടർന്ന് പറഞ്ഞത് അവ്യാവൃത ഭജന, അവ്യാവൃതമായ നിരന്തരമായ ഭജനം കൊണ്ട്, ഇടമുറിയാത്ത ഭജനം കൊണ്ട്. അവിടെ ഭജന ശബ്ദത്തിന് നമ്മൾ പല അർത്ഥങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. ലോകത്തിൽ എന്ന് വെച്ചാൽ ലൗകികങ്ങളായ കൃത്യങ്ങളെ നിർവഹിച്ചുകൊണ്ട് കഴിയുന്ന സന്ദർഭത്തിലും ഭഗവത് ഗുണശ്രവണ കീർത്തനാഥ്, ഭഗവാന്റെ ഗുണങ്ങൾ പറയുക, കീർത്തിക്കുക, പാടുക, കേൾക്കുക, അതുകൊണ്ടും ഭക്തി ഉണ്ടാവാം. എന്നാൽ മുഖ്യമായിട്ട് ഇതൊന്നുമല്ല, മഹത് കൃപ കൊണ്ടാണ്, മഹാജനങ്ങളുടെ കൃപ കൊണ്ടാണ്, ഭഗവത് കൃപ കൊണ്ടാണ്. അതിന് കാരണം പറഞ്ഞു. മഹത് കൃപ, മഹത് സംഘം ദുർലഭമാണ്, അഗമ്യമാണ്, അമോഘമാണ്. അത് നമ്മൾ പല ദിശയിൽ ചിന്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. എന്നല്ല, മഹത് സംഘം ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും അത് അവിടുത്തെ കൃപ കൊണ്ടാണ്, മഹാജനങ്ങളുടെ കൃപ കൊണ്ട്, അഥവാ ഭഗവാന്റെ കൃപ കൊണ്ടാണ് മഹത് സംഘം ലഭിക്കുന്നത്. അതാണ് ലഭ്യദേവി തത് കൃപയൈവ. അതാണ് നമ്മൾ അവസാനം ശ്രദ്ധിച്ചത്. ലഭ്യതേ അപി, ലഭിക്കുന്നു എങ്കിലും. എന്ത് ലഭിക്കുന്നുവെങ്കിലും? മഹത് കൃപ. മഹത് കൃപ നമുക്ക് ലഭിക്കുന്നു എങ്കിലും, അല്ലെങ്കിൽ മഹത് സംഘം. തൊട്ട് മുൻ സൂത്രത്തിൽ പറഞ്ഞത് മഹത് സംഘസ്തു ദുർലഭ അഗമ്യ അമോഘ എന്നാണ്. മഹാജനങ്ങളുമായിട്ടുള്ള സംഘം വളരെ ദുർലഭമാണ്, വളരെ ദുർലഭമാണ്. എന്നല്ല, അഗമ്യമാണ്. വിസ്തരിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാ. ഇനി ഈ മഹത് സംഘം ലഭിച്ചാലോ അത് അമോഘമാണ്. നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും വിധം അതിന് വിലമതിക്കാനാവാത്തതാണ്. ഈ മഹത് സംഘത്തെ കുറിച്ച് പറഞ്ഞ ശേഷമാണ് പറയുന്നത് ലഭ്യതേ അപി. ഈ മഹത് സംഘം ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെയും തത്കൃപയായവ, കൃപ കൊണ്ട് മാത്രമാണ്. മഹാത്മാക്കളുടെ കൃപ കൊണ്ട് മാത്രമാണ് നമുക്ക് മഹത് സംഘം ലഭിക്കുന്നത്. അഥവാ ഭഗവത് കൃപ കൊണ്ട് മാത്രമാണ് മഹത് സംഘം ലഭിക്കുന്നത്. ഇതാണ് ഉപദേശിക്കുന്നത്. തുടർന്ന് ഇന്ന് പഠിക്കേണ്ടത് 41 തൊട്ട്
തസ്മിൻ തജ്ജനെ ഭേദാഭാവാത്. തസ്മിൻ തജ്ജനെ ഭേദാഭാവാത്. തസ്മിൻ അവനിൽ, തജ്ജനെ അവന്റെ ജനത്തിൽ, ഭേദാഭാവാത് ഭേദമില്ലാത്തത് കൊണ്ട്. എന്താ സൂത്രത്തിന്റെ അർത്ഥം? ഭഗവാനിലും ഭഗവത് സ്വരൂപികളായ മഹാത്മാക്കളിലും ഭേദമില്ലാത്തത് കൊണ്ട്. പരാഭക്തന്മാരായിട്ട് യാവരുണ്ടോ, തത്വവിജ്ഞാനികളായിട്ട് യാവരുണ്ടോ, ആരുടെ സംഘമാണോ ദുർലഭമാണെന്നും അഗമ്യമാണെന്നും ഇനി ലഭിച്ചാൽ അമോഘമാണെന്നും പറഞ്ഞത്, അങ്ങനെയുള്ള മഹാത്മാക്കളും ഭഗവാനും തമ്മിൽ ഭേദമില്ലാത്തത് കൊണ്ട്. ഭഗവത് സ്വരൂപികളാണ് മഹാപുരുഷന്മാർ. അതുകൊണ്ട് ഇതാണ്. ഇതിലെല്ലാം നമ്മളത് വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല. ആരാണോ പരിമിതമായ അഹങ്കാരത്തിന് അഥവാ മമത്വത്തിന് ഉപരി എത്തിയത്, പരിമിതമായ അഹങ്കാര മമത്വങ്ങൾക്കുപരി കഴിയുന്നവര് ഭഗവത് സ്വരൂപികളാണ്, അഭേദമാണ്. ഭക്തിശാസ്ത്രങ്ങളിൽ, പുരാണങ്ങളിൽ ആവർത്തിക്കുന്ന വസ്തുതയാണ്. സജ്ജനങ്ങള് ഭഗവത് സ്വരൂപികളാണ്. അതുകൊണ്ട് എന്ത് വേണം? തദേവ സാധ്യതാം തദേവ സാധ്യത. അത് തന്നെ സാധിപ്പിക്കണം ജീവിതത്തിൽ, അത് തന്നെ സാധിപ്പിക്കണം. ഇവിടെ അത് തന്നെ സാധിപ്പിക്കണം, അത് തന്നെ സാധിപ്പിക്കണം എന്ന് ആവർത്തിച്ചത്, ഒന്ന് അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ. ശുദ്ധമായ ഭക്തി ഉണ്ടാകുന്നതിന് ഏറ്റവും പ്രധാന സാധനം മഹത്സംഗമാണ് എന്ന് മാത്രമല്ല, മഹത്സംഗം അമോഘമാണ്, വിലമതിക്കാനാവാത്തതാണ്. അതുകൊണ്ട് തദേവ സാധ്യത തദേവ സാധ്യത, അത് തന്നെ സാധിപ്പിക്കണം, അത് തന്നെ സാധിപ്പിക്കണം. അതിന്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനാണ് 2 പ്രാവശ്യം പറഞ്ഞത്. അല്ലെങ്കിൽ എങ്ങനെയാണ് ഭക്തി ഉണ്ടാവുക? ഭക്തി സാധനകൾ ഏതൊക്കെയാന്ന് പറഞ്ഞു. അപ്പൊ ഭക്തി സാധനകൾ ഏതൊക്കെയാന്ന് 34-ാമത്തെ സൂത്രം മുതൽ ചെയ്ത ചിന്ത ഉപസംഹരിച്ചുകൊണ്ട് അതിനു മുമ്പ് പറഞ്ഞ എല്ലാ സാധനകളെയും അംഗീകരിച്ചുകൊണ്ട് അതേ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് മഹത്സംഗമാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടി ആവർത്തിച്ച് ആ പ്രകരണം ഉപസംഹരിക്കുക. 2 തന്നെ ആയാലും, ഒന്ന് അതിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ, 2 ആ ഒരു ഭക്തി സാധനകൾ എന്തൊക്കെ എന്നുള്ള പ്രകരണം ഉപസംഹരിക്കാൻ. ഈ 2 രീതിയിലും നമുക്ക് മനസ്സിലാക്കാം ഈ ആവർത്തനത്തെ. അതാണ് തദേവ സാധ്യത തദേവ സാധ്യത. അത് തന്നെ സാധിപ്പിച്ചാലും അത് തന്നെ സാധിപ്പിച്ചാലും. അവിടെ സാധിപ്പിച്ചാലും എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നമ്മുടെ ബോധപൂർവമായ പരിശ്രമം ഉണ്ടാകണം. ബോധപൂർവമായ പരിശ്രമം ഉണ്ടായാൽ മാത്രമേ നമുക്ക് സത്സംഗങ്ങൾ നേടാൻ കഴിയൂ, അല്ലെങ്കിൽ നേടാൻ കഴിയില്ല. ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ജീവിതത്തിൽ എല്ലാം വന്നു ചേരും, എല്ലാത്തിനും ഒരു സമയമുണ്ട്, സമയമാകുമ്പോൾ എല്ലാം വന്നു ചേരും എന്ന് പറഞ്ഞിരിക്കാതെ നമ്മുടെ ബോധപൂർവമായ പരിശ്രമം വേണം. ചിലർ അങ്ങനെ പറഞ്ഞെന്ന് വരും. എല്ലാത്തിനും സമയമുണ്ട്. മാങ്ങ ഉണ്ടാവാൻ കാലമുണ്ട്, പ്ലാവിൽ ചക്ക ഉണ്ടാവാൻ കാലമുണ്ട്. എല്ലാ കാലത്തും ചക്ക ഉണ്ടാവില്ല, അല്ലേ? എല്ലാ കാലത്തും മാവിലും മാങ്ങ ഉണ്ടാവില്ല. അതുപോലെ ഓരോന്ന് കിട്ടുന്നതിനും ഉണ്ടാകുന്നതിനും ഒക്കെ കാലമുണ്ട്. അപ്പൊ ജനങ്ങളെ ലഭിക്കുന്നതിനൊരു കാലം ഉണ്ടാവും. ആ കാലാവുമ്പോൾ അത് ശരിയാവട്ടെ, അല്ലാണ്ട് എന്ത് വേണം?
എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ താനേ വരും. വടക്കലെ കേശവന് നിധി കിട്ടി. ഇവിടെ വടക്കലെ കേശവനൊന്നും ഇല്ലല്ലോ. എന്തെങ്കിലും അങ്ങനെ ആരെയോ ഉദ്ദേശിച്ച് പറഞ്ഞല്ലാട്ടോ, ഒരു വീട്ടുപേര് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ കിഴക്കേലായിക്കോളൂ. കിഴക്കേലെ കേശവന് നിധി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. സമയമാകുമ്പോൾ കിട്ടും. ഇത്രയും കാലം കിട്ടിയില്ലല്ലോ. കേശവൻ എത്രയായി? കുറെ വയസ്സായി. ഇത്രയും കാലമായിട്ട് അയാൾക്ക് നിധി കിട്ടിയിട്ടില്ല. ആ സ്ഥലത്ത് ഒരുപാട് പേര് ജീവിച്ചതാ. അവരൊക്കെ പറമ്പ് കളച്ചതാ. അവർക്കൊന്നും കിട്ടിയിട്ടില്ല. കേശവന് കിട്ടി. അതുപോലെ ഓരോരുത്തരുടെയും തലയിലെടുത്ത് അങ്ങോട്ട് നേരെയാവുമ്പോൾ സമയമാകുമ്പോൾ കിട്ടേണ്ടതൊക്കെ കിട്ടിക്കോളും. അതാണ് ഒരു പക്ഷം. രണ്ടാമത്തെ പക്ഷം അങ്ങനെയല്ല. ചക്ക, മാങ്ങ തുടങ്ങിയവയൊക്കെ സമയത്തിന് ഉണ്ടാവുക. സമയമാകുമ്പോൾ അതൊക്കെ കിട്ടിക്കോളും. അപ്പൊ പറയാണ്, അതിങ്ങനെ പറഞ്ഞിരിക്കാതെ അത് തന്നെ സാധിപ്പിക്കേണ്ടതാകുന്നു. നമ്മളിങ്ങനെ ഭക്ഷണത്തിന് ഇങ്ങനെ ഇരിക്കാറുണ്ടോ? കിട്ടേണ്ട സമയമാകുമ്പോൾ കിട്ടിക്കോളും ഉണ്ടോ? എന്തെങ്കിലും ഭൗതികമായൊരു വസ്തുലാഭത്തിന് നമ്മളിങ്ങനെ ഇരിക്കാറുണ്ടോ? പണം വരണ്ടപ്പം അങ്ങോട്ട് വന്നോളും എന്ന് പറഞ്ഞിരിക്കാറുണ്ടോ? ഇല്ല. നമ്മൾ നേടാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട്. ഭൗതികമായ ഏതൊരു സമ്പത്തും നേടാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ മാത്രം അങ്ങനെ പറഞ്ഞിരിക്കുന്നത് മൗഢ്യമാണ്. തദേവ സാധ്യത, അത് തന്നെ സാധിപ്പിക്കണം. അത് തന്നെ സാധിപ്പിക്കണം. അതിൻ്റെ പരിശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണോ അവിടെ പറഞ്ഞത് അതൊക്കെ ചെയ്ത് മഹത് സംഘം നേടണം. മഹത് സംഘം നേടണം. ഇതാണ് തദേവ സാധ്യത. തദേവ സാധ്യത. പിന്നെയും സംശയം, ഇതൊരു സൂത്രഗ്രന്ഥല്ലേ? അതെ. സൂത്രഗ്രന്ഥത്തിന്റെ ഒന്നാമത്തെ ലക്ഷണം എന്താ നിങ്ങളുടെ പറഞ്ഞത്? അല്പാക്ഷരം എന്നാണ്. അല്പാക്ഷരം അസന്നിഗ്ധം, സാരവത് വിശ്വതോ മുഖം, അസ്തോഭമനവദ്യം ച. ഇതാണ് സൂത്രത്തിന്റെ ലക്ഷണം പറഞ്ഞത്. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം പറഞ്ഞത് അല്പാക്ഷരം എന്നാണ്. എത്ര ചുരുക്കി പറയാമോ അത്ര ചുരുക്കി പറയണം. എത്ര അക്ഷരങ്ങൾ ചുരുക്കി പറയാമോ അത്ര അക്ഷരങ്ങൾ ചുരുക്കി പറയണം. എന്നിരിക്കെ തദേവ സാധ്യതാം തദേവ സാധ്യതാം എന്ന് ആവർത്തിച്ചത് എന്തിനാണ്? നിങ്ങൾ പറഞ്ഞ ഒരു പ്രകരണം തീരുന്നത് കൊണ്ടാണ്. അതുപോരാ, അങ്ങനെ സൂത്രമല്ലേ. രണ്ട് പ്രാധാന്യം എടുത്ത് കാണിക്കാനാന്ന് പറഞ്ഞു. അതിൽ വലിയ തൃപ്തിയില്ല. പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷെ സൂത്രമായതുകൊണ്ട് അതിലൊന്നും തൃപ്തിയില്ല. അപ്പൊ നമ്മൾ കൂടുതൽ സൂക്ഷ്മ വിചാരം ചെയ്യുമ്പോൾ എന്തോ സൂക്ഷ്മാർത്ഥങ്ങൾ ഉണ്ടല്ലോ ഇതിൽ എന്ന് തോന്നും. അപ്പൊ തദേവ സാധ്യത, അത് തന്നെ സാധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഹ്യമായിട്ട് മനസ്സിലാക്കിയാൽ പോരാ. മഹത് സംഘത്തെ മഹത് സംഘത്തെ നേടുക തന്നെ വേണം. നമ്മളൊരു മഹാത്മാവിന്റെ അരികെ പോയി എന്നുള്ളത് കൊണ്ടും മഹത് സംഘമായി എന്ന് വരില്ല. ഏത് ഭാവനയോട് കൂടിയാണോ നമ്മൾ പോണത് അതാണ് ലഭിക്കുക. അതെ, ഭഗവത് വാക്യം തന്നെ, ഏ യഥാമാം പ്രപദ്യന്തേ താം തഥൈവ ഭജാമ്യഹം. ആര് ഏത് രീതിയിലാണോ എന്നെ പ്രാപിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ അവരെ അങ്ങോട്ടും സമീപിക്കുന്നത്. അപ്പോൾ മഹത്സംഗം നേടുക എന്ന് പറഞ്ഞാൽ കേവലം മഹാപുരുഷന്റെ അടുത്ത് പോവുക എന്ന് മാത്രമല്ല എന്നൊരു സൂക്ഷ്മാർത്ഥം അവിടെ കാണില്ലേ? ചിന്തിച്ചു നോക്കൂ, സൂക്ഷ്മമായി ചിന്തിച്ചു നോക്കൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് സാധിപ്പിക്കണം. മഹത്സംഗം സാധിപ്പിക്കണം. പലപ്പോഴും നമ്മൾ നമ്മുടെ മുൻധാരണകളുടെ മാനദണ്ഡങ്ങളൊക്കെ ആയിട്ടാണ് പോവുക. അപ്പം മഹാത്മാവിനോട് ചേർന്നിരുന്നാലും നമ്മളത് ആ സംഘം അനുഭവിച്ചു എന്ന് പറയാൻ പറ്റില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോ തൻ്റെ പാത്രത്വത്തെ പ്രകടമാക്കുന്ന വിധത്തിൽ തൻ്റെ സാധനകളിലൂടെ അർഹതയെ വർദ്ധിപ്പിക്കുന്ന വിധത്തിൽ മഹാത്മാക്കളെ പ്രാപിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കാം. അതായിരിക്കാം
തദേവ സാധ്യതാം എന്ന് ആവർത്തിച്ചത് എന്ന് ചിന്തിക്കുക. ഇതാണ് ഭക്തി സാധനകൾ. അപ്പൊ അത് നമ്മൾ പറഞ്ഞ ഭാഗം ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. തത്വ വിഷയത്യാഗാത്, സംഗത്യാഗാത്, അവ്യാവൃത ഭജനാത്, ഭഗവത് ഗുണശ്രവണ കീർത്തനാത്, മുഖ്യതസ്തു മഹത്കൃപയാ ഭഗവത് കൃപാലേശാദ്വ. പിന്നെ മഹസംഘത്തിന്റെ പ്രാധാന്യം പറഞ്ഞത് അത് സാധിപ്പിക്കണം എന്ന് പറഞ്ഞു. വ്യക്തമാണല്ലോ ഇല്ലേ? അധികം വിസ്തരിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെ വളരെ പ്രസക്തമായ മറ്റൊരു വിഷയം, നമ്മള് മഹത്വപൂർണങ്ങളായ ഗുണങ്ങളെ, സാധനകളെ ജീവിതത്തിൽ സ്വീകരിക്കുന്നതോടൊപ്പം അത്ര തന്നെയോ അതിലധികമോ ശ്രദ്ധിക്കേണ്ടത് അവ നശിച്ചു പോകാനുള്ള മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളതാണ്. നമ്മൾ ഒരു ഭാഗത്ത് സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമം ചെയ്യുക, മറ്റൊരു ഭാഗത്ത് സമ്പത്ത് നശിപ്പിക്കാനുള്ള പരിശ്രമം ചെയ്യുക എന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കുക. സമ്പത്ത് എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ ഏത് സമ്പത്താണ്? സൂക്ഷ്മ സമ്പത്താണ്. സൂക്ഷ്മ സമ്പത്ത് ഭക്തിയാണ് ഏറ്റവും പ്രധാനമായ സമ്പത്ത്. മോക്ഷസാധനത്തിൽ അതീവ ശ്രേഷ്ഠമായ ഭക്തിയാണ് ഇവിടെ സമ്പാദിക്കാൻ നോക്കണം. ആ ഭക്തി സമ്പാദിക്കാൻ നോക്കുമ്പോൾ അതിനുള്ള സാധനങ്ങളെയാ വർണ്ണിച്ചത്. അപ്പൊ ഈ സാധനങ്ങളെ പരിശ്രമപൂർവ്വം ചെയ്യുന്നു ഒരാൾ, പരിശ്രമപൂർവ്വം ചെയ്യുന്നു. പക്ഷെ അതേ സമയത്ത് അതിന് വിപരീതമായ, അതിനെ ഇല്ലാതാക്കുന്ന തരം വൃത്തികളിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിലോ? ഇതാണ് ചോദ്യം. ഏതിനാ ബലം ഉണ്ടാവുക? ഏതിനാ പ്രഭാവം ഉണ്ടാവുക? വളരെ കഷ്ടപ്പെട്ട ആഴമുള്ള കിണറുന്ന് കഷ്ടപ്പെട്ട് വെള്ളം കോരി ദ്വാരമുള്ള പാത്രത്തിൽ ഒഴിച്ചുകൊണ്ടിരുന്നാൽ ഒരു തുള്ളി അവിടെ ശേഖരിക്കില്ലല്ലോ. അടുത്ത ബക്കറ്റ് കോരുമ്പോഴത്തേക്ക് ആദ്യം ഒഴിച്ചതൊക്കെ തീർന്നുണ്ടാവും. പിന്നെയും കോരു തന്നെ ഒഴിക്കുക. ഒരു തുള്ളി പോലും ശേഖരിക്കപ്പെടുന്നില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ ലളിതമായിട്ട് ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു തരാറുണ്ട്. കർഷകന്മാര് വയലിൽ ഒരു കണ്ടത്തിൽ നിന്ന് മറ്റൊരു കണ്ടത്തിലേക്ക് ചാല് കീറി വെള്ളം കൊണ്ടുപോകും. അങ്ങനെ ഇന്ന് ചാല് കീറിയാൽ നാളെ വരുമ്പോഴത്തേക്ക് ഞണ്ടുകള് മുഴുവൻ ധാര ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ പിറ്റേന്ന് രാവിലെ വെള്ളം തുറക്കുന്നതിന് മുമ്പുള്ള പണി എന്താണ്? ചെളി എടുത്തിട്ട് ഈ ഞണ്ടുകൾ ഉണ്ടാക്കിയ ദ്വാരങ്ങളൊക്കെ അടയ്ക്കണം. എന്നിട്ടേ അന്ന് തുറക്കുള്ള വെള്ളം. ഇല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളവും കണ്ടത്തിലെത്തില്ല. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമ്മൾ സത്സംഗം നേടുന്നു, സത്സംഗം നേടാൻ പരിശ്രമിക്കണം എന്ന് പറഞ്ഞു. നമ്മൾ പരിശ്രമിക്കുന്നു, വളരെ കഷ്ടപ്പെട്ട് സത്സംഗം നേടുന്നു. അതേ സമയത്ത് അതിലൊന്നിച്ച് ദുസ്സംഗം നടത്തിയാലോ? ഒരേ സമയത്ത് സത്സംഗമുണ്ട്, ദുസ്സംഗമുണ്ട്. നല്ലത് തന്നെ അല്ലേ? ന്യൂട്രലായിട്ട് പോകും. ഇനി ഏതിനാ പ്രഭാവം കൂടുക? എന്താ അഭിപ്രായം? സത്സംഗത്തിനാണോ ദുസ്സംഗത്തിനാണോ പ്രഭാവം കൂടുക? സത്സംഗത്തിനാന്നാ പറയുന്നത്. അല്ല, ദുസ്സംഗത്തിനാ പ്രഭാവം കൂടുക. ഒരാള് വളരെ ക്ഷീണിതനായിട്ട് തീരെ വയ്യാതെ ഒരു വൈദ്യരെടുത്ത് പോയി കാണിച്ചു. വൈദ്യര് പറഞ്ഞു, വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, എന്തായാലും കാര്യം ചെയ്തോളൂ, ഞാനൊരു രസായനം തരാം, ഇത് കഴിച്ചോളൂ. എത്ര ദിവസം കഴിക്കണം? 3 മാസം കഴിക്കണം. കുറയ്ക്കരുതേ, 3 മാസം കഴിക്കണം, എന്നാലേ ഫലം ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ എത്ര കാലം കഴിക്കണം? 3 മാസം. ഉറപ്പാ? 85 ദിവസം കഴിച്ചിട്ട് കാര്യമില്ല, 90 ദിവസം തന്നെ കഴിക്കണം. ശരി, ഒരാൾ പറഞ്ഞെങ്കിൽ ജീവിതമൊക്കെ മടുത്തു സ്വാമി, വേണ്ട, കുറച്ച് വിഷം കുടിച്ചു കളയാം. എത്ര ദിവസം കുടിക്കണം? 90 ദിവസം കുടിക്കണം. എന്താ അഭിപ്രായം? ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ, അല്ല 90 ദിവസം
ദിവസം കുറച്ച് കുടിക്കുക, പിറ്റേന്നും കുറച്ച് കുടിക്കുക, പിറ്റേന്നും കുറച്ച് കുടിക്കുക. അങ്ങനെയില്ല, ഒറ്റ പ്രാവശ്യം കുടിച്ചാൽ അതതിൻ്റെ പ്രഭാവം. എപ്പോഴും സത്സംഗത്തേക്കാൾ പ്രഭാവം ഉണ്ടാവുക ദുസ്സംഗത്തിനാണ്. പെട്ടെന്ന് ഫലിക്കും, മറ്റത് പതുക്കെ ഫലിക്കും. പതുക്കെ പതുക്കെ, വളരെ പതുക്കെ ഫലിക്കും. ഇപ്പൊ നമ്മള് ഇതിന്റെ മുകളിലേക്ക് പറയുന്ന ആരും ചെയ്യരുതേ, കേസും കൂട്ടമൊന്നും ആക്കാൻ വയ്യ. ഇതിന്റെ മുകളിലേക്ക് കയറി വരാൻ വേണ്ടി എത്ര പണിയുണ്ട്, എത്ര സ്റ്റെപ്പ് കയറണം, നല്ല ഇവിടെ എത്തുള്ളൂ. താഴ്ത്തിക്കാണ്ട് കാരണമെങ്കിലോ ആരും ശ്രമിക്കണ്ട. ചേട്ടൻ ഞാൻ താഴെ തട്ടി തല പൊട്ടി അല്ലെങ്കിൽ എല്ല് പൊട്ടി ആശുപത്രിയിലായി. തല പൊട്ടിയാൽ പിന്നെ പ്രശ്നമില്ല, കാറ്റ് പോയി എന്ന് വിചാരിക്കുക. എന്നാൽ എല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആശുപത്രിയിൽ കിടന്ന് കഷ്ടപ്പെടണ്ടേ? അങ്ങനെയാണ്. കയറി വരാൻ എത്ര സ്റ്റെപ്പ് കയറണം? വീഴാനോ? ഒരു സ്റ്റെപ്പും വേണ്ട. അതുകൊണ്ട് ഈ സത്സംഗം നേടുക എന്ന് പറയുന്നതിനേക്കാൾ പ്രാധാന്യേന നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ദുസ്സംഗഃ സർവഥൈവ ത്യാജ്യഃ. ദുസ്സംഗം എല്ലാ പ്രകാരത്തിലും ത്യജിക്കേണ്ടതാകുന്നു. ദുസ്സംഗം എല്ലാ പ്രകാരത്തിലും ത്യജിക്കേണ്ടതാകുന്നു. സത്സംഗം അനുവർത്തിക്കണം, ദുസ്സംഗം ഒഴിവാക്കണം. സർവധൈവ, ഇതിന് സർവധൈവ എന്നൊക്കെ പറഞ്ഞത് എല്ലാ വിധത്തിലും എന്തിനാ പറഞ്ഞേ? ഏതൊക്കെ വിധത്തിലാണ് ദുസ്സംഗം പ്രവേശിക്കുക നമുക്ക് പറയാൻ വയ്യ. പല രൂപഭാവങ്ങൾ മാറി പ്രവേശിക്കും ദുസ്സംഗം. നല്ലതാണെന്ന വ്യാജേന വരും. ചിലപ്പോൾ സ്നേഹത്തിന്റെ പേരിലാവും, പലതിന്റെ പേരിൽ നമുക്ക് മനസ്സിലാക്കാൻ വിഷമമാണ് ദുസ്സംഗം വന്നു കൂടണം. വളരെ ജാഗ്രതയോടുകൂടി നോക്കിയാലേ ദുസ്സംഗം തിരിച്ചറിയാൻ പറ്റൂ, അല്ലെങ്കിൽ തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ എല്ലാ പ്രകാരത്തിലും ജാഗ്രത വേണം. നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ജാഗ്രത വേണം. ജാഗ്രത അല്പം തെറ്റിക്കഴിഞ്ഞാൽ ദുസ്സംഗമാകാം. ഇപ്പൊ സർവഥായേവ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാ. ഒരാള് ഞാൻ എന്നെ നശിപ്പിക്കാൻ വരിക എന്നും പറഞ്ഞ് വന്നാൽ വലിയ കുഴപ്പമില്ല. കാരണം നമ്മൾ ഒരിക്കലും അയാൾ പിടിയിൽപ്പെടില്ല. ഞാൻ എന്നെ കൊല്ലാൻ വരിക എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമ്മളയാളെ പിടിയിൽപ്പെടില്ല. നേരെ മറിച്ച് ഞാൻ എൻ്റെ സുഹൃത്താണ്, ഞാൻ ഇതിനാ വന്ന് പറഞ്ഞിട്ട് കൂടെ കൂടിയിട്ട് നശിപ്പിച്ചാലോ കൊന്നു കഴിഞ്ഞാലോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ജാഗ്രത വേണം, ഏത് പ്രകാരത്തിലും ജാഗ്രത വേണം, സദാ നിരീക്ഷണം വേണം. ഒരു സംഘം ദുസ്സംഗമായി പരിണമിക്കുന്നുണ്ടോ എന്ന് സദാ നിരീക്ഷിക്കണം. ഇത് പ്രധാനമാണ്. അതുകൊണ്ട് സർവഥായേവ എല്ലാ പ്രകാരത്തിലും എന്നുള്ളൊരു വളരെ അർത്ഥമുണ്ട്. അത് വ്യാഖ്യാനിച്ചാൽ തീരാത്തൊരു പദമാണ്. എല്ലാ പ്രകാരത്തിലും, സർവദാ എല്ലായ്പ്പോഴും, സർവത്ര എല്ലായിടത്തും എന്നൊക്കെ സർവഥ എന്നുള്ളതിന്റെ വിശദീകരണത്തിൽ പറയണം. എല്ലാ പ്രകാരത്തിലും ദുസ്സംഗം ഉപേക്ഷിക്കേണ്ടതാകുന്നു. സർവഥൈവ ത്യാജ്യ, എല്ലാ പ്രകാരത്തിലും. അത് നമുക്കൊക്കെ അറിയാവുന്ന വിഷയവും ലളിതവുമാണ്. അധികം വർത്താനം പറയേണ്ട ആവശ്യത്തിനെ കുറിച്ചില്ല, എല്ലാവർക്കും അറിയുന്നതാ. എങ്ങനെയൊക്കെയാണ് ഈ ദുസ്സംഗങ്ങൾ കടന്നുകൂടുക എന്നുള്ളത് പറയാൻ വയ്യ. പലതരത്തിലാവാം, പലതരത്തിൽ. ഇപ്പൊ സർവഥ എന്നുള്ളതിന് ഓരോരുത്തരും ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിച്ച് നോക്കുക. എന്ത് ഈ സർവഥ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം പറഞ്ഞു എല്ലാ പ്രകാരത്തിലും. പ്രകാരവചനത്തിലാണ് ധ വരുന്നത്. അപ്പോ എല്ലാ പ്രകാരത്തിലും ദുസ്സംഗം ഒഴിവാക്കണം. അതെന്താ കുഴപ്പം? കാമ ക്രോധ മോഹ സ്മൃതിഭ്രംശ ബുദ്ധിനാശ സർവനാശ കാരണത്വ. കാമ ക്രോധ മോഹ സ്മൃതിഭ്രംശ ബുദ്ധിനാശ സർവനാശ കാരണത്വ.
കാമ, ക്രോധ, മോഹ, സ്മൃതിഭ്രംശ, ബുദ്ധിനാശ, സർവനാശ കാരണത്വ. കാമത്തിനും ക്രോധത്തിനും മോഹത്തിനും സ്മൃതിഭ്രംശത്തിനും ബുദ്ധിനാശത്തിനും തദ്വാര സർവനാശത്തിനും കാരണമാകുന്നത് കൊണ്ട് ദുസ്സംഗം, ദുർജനങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുക എന്ന് പറയാൻ പറ്റില്ല. ഒരാളെ നമുക്ക് ദുർജനായിട്ട് ബ്രാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല. പറ്റുമോ? ഇന്നാള് ദുർജനാണ്, പറ്റുമോ? ഇന്നാള് സജ്ജനാണ് എന്ന് പറയാൻ പറ്റില്ല. സജ്ജനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരിലും ദുഷിച്ച ഭാവങ്ങൾ ഉണ്ടാവും, ദുർജനമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നവരിലും സദ്ഭാവങ്ങൾ ഉണ്ടാവും. ഒരാളെയും നമുക്ക് ഇന്നാള് ദുർജനം എന്ന് പറഞ്ഞിട്ട് ശീലം വെക്കാനൊന്നും പറ്റില്ല. പറ്റുമോ? ആർക്കാ പറ്റുക? പറ്റില്ല. ദുര്യോധനന്റെ എല്ലാ ചെയ്തികളും മോശമാണെന്ന് ഞാൻ പറയില്ല. യുധിഷ്ഠിരന്റെ എല്ലാ ചെയ്തികളും നല്ലതാണെന്നും പറയില്ല. നന്മ തിന്മകൾ കലർന്നതാണ്. അല്ലാത്തപ്പോ നമ്മള് ഇതിഹാസമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു തരത്തിലും തെറ്റ് കാണാത്ത വ്യക്തി ആരുണ്ടാവുക? ഉണ്ടാവുക? ഹനുമാൻ ഉണ്ടാവും തോന്നുന്നില്ല. രാമനൊന്നും ഉണ്ടാവില്ല. ശ്രീരാമനായാലും സീതയിലൊക്കെ നമുക്ക് കുറച്ച് കുറ്റങ്ങളൊക്കെ കാണാം. ശ്രീരാമനൊക്കെ ഇപ്പൊ 100 ദൂഷണം ഞാൻ പറഞ്ഞുതരാം, സീതയ്ക്ക് പറഞ്ഞുതരാം. പക്ഷെ ഹനുമാന് പറയാൻ ഇല്ല. ഉണ്ടോ? കാണുന്നില്ല. കാണുന്നില്ല. പൊതുവെ ഹനുമാനെ കുറിച്ചൊരു ദോഷം പറയാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരാളൊക്കെ ഉണ്ടാവുള്ളൂ. സകലം പരത്തി വെക്കിയാൽ, മുഴുവൻ പരത്തി വെക്കിയാൽ. മറ്റത് തെറ്റുണ്ട്, കുറ്റം നല്ല ആരോപിക്കാൻ പറ്റും. ഇത് ശരിയല്ല ചെയ്ത് എന്ന് പറയാൻ പറ്റും. ഈ ചെയ്തത് ശരിയല്ല നമുക്ക് പറയാൻ പറ്റും. പിന്നെ ഭഗവാനാ പറയടോ അങ്ങനെയല്ല ഞാൻ ചെയ്തത് ശരിയാന്ന് നമുക്കൊരു പറഞ്ഞു തരും. അത് വേറെ കാര്യം. പക്ഷെ നമുക്ക് ആരോപിക്കാം. പക്ഷെ ഹനുമാനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ പറ്റും തോന്നുന്നില്ല. അല്ലെങ്കിൽ അറിയും ഒരു ദോഷം, ഹനുമാനെ കുറിച്ച് ദോഷം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു നോക്കും. ഇതും തോന്നുന്നില്ല. അങ്ങനെ വേറെ ആരെയും കണ്ടിട്ടില്ല ശാസ്ത്രത്തിൽ. ഇരിക്കട്ടെ. അപ്പോ ദുസ്സംഗത്തിന്റെ ഈ പ്രഭാവം നമ്മൾ അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കി ഇന്ന വിഷയത്തിൽ ഇന്നാള് എന്ന് പറയേണ്ടി വരും. ഇന്ന വിഷയത്തിൽ ഇന്നാള് സജ്ജനാണ്, ആ സജ്ജനമായി ഒരു മേഖലയിലുള്ള ആള് മറ്റൊരു മേഖലയിൽ സജ്ജനാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറ്റുന്ന വിചാരിച്ചാൽ തെറ്റു കിട്ടുക. പിന്നെ ചിലര് സർവത്ര എല്ലാത്തിലും ദോഷമുള്ളവരുണ്ടാവും. അതുണ്ടാവും എല്ലാത്തിലും. ഈ വേറൊരു പ്രശ്നം, ഈ ഗുണം ദോഷം എന്നുള്ളത് ആപേക്ഷികല്ലേ? എന്താ അഭിപ്രായം? അല്ലേ? ശരി തെറ്റ് ആപേക്ഷികല്ലേ? അല്ല, നിരപേക്ഷമായിട്ട് തെറ്റാർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താ നിരപേക്ഷമായൊരു തെറ്റ് ആർക്കെങ്കിലും പറഞ്ഞു തരാൻ പറ്റില്ല? പറയും. വലിയ പ്രയാസ കണ്ടുപിടിക്കാൻ. കാരണം ഒരു ദിശയിലൂടെ, ഒരു ദൃഷ്ടിയിലൂടെ നമ്മൾ നോക്കുമ്പോൾ തെറ്റെന്ന് പറയുന്നതിന് വേറൊരു ദൃഷ്ടിയിൽ ഒരുപാട് നമുക്ക് ബാഹ്യമായി കാണാൻ കഴിയാത്ത പല പല തലങ്ങളുണ്ടാവും. വിഷമാണ്. അതേ സമയത്ത് നമ്മുടെ ബുദ്ധിനിശ്ചയം, നമ്മുടെ ബുദ്ധിനിശ്ചയത്തിനനുസരിച്ച് തെറ്റെന്ന് നമുക്ക് ഉറപ്പുള്ള ചെയ്യുന്നവര്, ചെയ്യിക്കുന്നവര്, അവരെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ദുർജനം നമുക്ക് മനസ്സിലാക്കാം. ഒരാളുടെ ദൃഷ്ടിയിൽ ദുർജനം മറ്റൊരാളുടെ ദൃഷ്ടിയിൽ ദുർജനാവില്ല. അപ്പൊ ഇവിടെ സർവദൈവ ത്യാജ്യ എന്നൊരു ദുസ്സംഗം കഴിഞ്ഞ സൂത്രം പറഞ്ഞു. ദുസ്സംഗം സർവദൈവ ത്യാജ്യ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു ആള് വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്, അത്രയ്ക്ക് അധികമൊന്നും ആയിട്ടില്ല, കുറച്ച് 10-15 വർഷം മുമ്പായിരിക്കണം, ആശ്രമത്തിൽ വന്നിട്ട്. അപ്പൊ അയാൾ നല്ല മദ്യപാനിയാണ്, നല്ല മദ്യപാനിയാണ്. അയാൾക്ക് പൈസ ഉണ്ട്, അയാൾ കുടിച്ചാൽ വലിക്കുന്നത് വേണം. അത് തെറ്റാന്ന് പറയാനോ ദോഷാന്ന് പറയാനോ ഞാനില്ല. അയാൾ ഇഷ്ടം അയാൾ കുടിച്ചോട്ടെ. അതിന്റെ അനുബന്ധമായിട്ടുള്ള രോഗങ്ങളും ഒക്കെ വരുത്താൻ അയാൾ സ്വീകരിക്കാൻ തയ്യാറാവണം, അത്രയേ ഉള്ളൂ.
ആരോഗ്യം നശിക്കും, പണം നശിക്കും, കുടുംബം നശിക്കും, എല്ലാം നശിക്കും. അതൊക്കെ ഏറ്റെടുക്കാൻ അയാൾ തയ്യാറാണെങ്കിൽ കുടിച്ചോട്ടെ, നമുക്കെന്ത് വേണം? സർക്കാരിൻ്റെ ഏറ്റവും പ്രധാന വരുമാനമാണ്. അത് വേണ്ടെന്ന് പറയാൻ പറ്റുമോ? കേരള സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വരുമാനമാണ് മദ്യം ഹേതുവായിട്ടുള്ളത്. അത് നിന്ന് കഴിഞ്ഞാൽ ശമ്പളം കൊടുക്കലടക്കമുണ്ടാവില്ല. വേണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇയാൾക്ക് നിർത്തണം എന്നുണ്ട്, അപ്പൊ രക്ഷപ്പെട്ടു. എനിക്ക് നിർത്തണമെന്നുണ്ട് സ്വാമി. പിന്നെ എന്താ കുഴപ്പം? നിങ്ങൾ എങ്ങനെയാ മദ്യപിക്കുക? ഒറ്റയ്ക്കാണോ? അല്ല, കൂട്ടുകൂടി. അപ്പൊ നിങ്ങൾ വേണ്ട നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങൾക്ക് വേണ്ട നിശ്ചയിക്കാമല്ലോ. പിന്നെന്താ? അത് സാധിക്കില്ല സ്വാമി. ഞാൻ പല പ്രാവശ്യം നോക്കി. പക്ഷെ വൈകുന്നേരം ആവുമ്പോൾ കൂട്ടുകാർ വന്ന് വരുമ്പോഴത്തേക്ക് ഞാനവിടെ ഇറങ്ങുകയായി. എങ്ങനെയെങ്കിലും ഞാൻ ഇറങ്ങും. ഇറങ്ങാതിരിക്കാൻ എനിക്ക് പറ്റില്ല. പിന്നെ തിരിച്ചു വരുന്ന 4 കാലിലോ 6 കാലിലോ ഒക്കെ അല്ലെങ്കിൽ എഴഞ്ഞിട്ട് പല മാതിരി അവതാരങ്ങളായിട്ടാ പിന്നെ വരിക. ഒഴിവാക്കാൻ പറ്റില്ല. നമ്മൾ കാര്യം ചെയ്യൂ, ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ അധികാരങ്ങളെല്ലാം വീട്ടിലുള്ള മക്കൾക്ക് കൊടുക്കുക. ഒരാഴ്ച നിങ്ങളെ കൂട്ടിയിടും. വൈകുന്നേരം ആവുമ്പോൾ പൂജാമുറിയിൽ, വേറെ എവിടെയല്ല, അവിടെ നാമം ജപിച്ചോളൂ. വേറൊന്നും വേണ്ട, വേറൊന്നും നോക്കണ്ട. കാരണം നിങ്ങളായിട്ട് അങ്ങോട്ട് പോയിട്ട് മദ്യപിക്കല്ല. കൂട്ടുകാർ വരുമ്പോഴാണ് ബാലൻസ് തെറ്റിയിട്ട് വീണ് പോകുന്നത്. അങ്ങനെ കൂട്ടുകാർ വൈകുന്നേരമായപ്പോൾ എത്തി. സാധാരണ കൂട്ടുകാരുടെ ഒരു മണം വരുമ്പോഴത്തേക്കാണ് ഇയാൾ എത്തുന്നതാ. അപ്പോൾ ഇയാൾ വരുന്നില്ല. എവിടെ? വാതിൽ ഗേറ്റിൽ നിന്ന് വിളിച്ചു, ആളില്ല. മുറ്റത്തേക്ക് വന്നു. എവിടെ പോയി? അച്ഛൻ ജപിക്കുക. എവിടെ? പൂജാമുറിയിൽ. എന്ത് പറ്റി? പൂജാമുറിയിൽ ജപിക്കുക? ഞങ്ങൾ വന്നെന്ത് പറയൂ? അത് പറ്റില്ല, പൂജാമുറിയിൽ വാതിൽ അടച്ചായിരിക്കണത്. ഓ ശരി, എന്നാൽ ഞങ്ങൾ നാളെ വരാം. അവര് പോയി പിറ്റേന്ന് വന്നു. പിറ്റേന്ന് വന്നപ്പോഴും ഇയാൾ പൂജാമുറിയില്ല. വൈകുന്നേരം 3 ദിവസം തുടർച്ചയായിട്ട് വന്നു. അവര് പറഞ്ഞു അവൻ നശിച്ചു പോയി, അവൻ വഴി തെറ്റി, അവന്റെ ജീവിതം തൊലഞ്ഞു, അവൻ വഴി തെറ്റി കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. 4-ാമത്തെ ദിവസം അവർ വന്നില്ല. 5-ാമത്തെ ദിവസം വന്നപ്പോൾ ഇത് തന്നെ. ഇങ്ങനെ ഒരു 3 ആഴ്ചത്തേക്ക് നീട്ടിക്കൊണ്ടായി. പിന്നെ അവർ 10 ദിവസം കഴിഞ്ഞാ വന്നു, പിന്നെ വന്നില്ല. ഇങ്ങനെ ബോധപൂർവമായി പരിശ്രമിച്ചപ്പോൾ ഇവര് പിന്നെ വരാണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ഇയാൾ മദ്യപാനമൊക്കെ നിർത്തി. ആരോഗ്യം നന്നായി, നല്ല ഉഷാറായി, ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോയി. എന്നാൽ ഇയാളുടെ വീട്ടിലുള്ളവർക്ക് ഓർമ്മ വേണ്ട, ഇയാൾ ഇങ്ങനെ ഒരു മനുഷ്യനായിരുന്നു, അതിൻ്റെതായ വൃത്തികളൊക്കെ അയാൾ ഉള്ളിലുണ്ടാവും എന്നൊക്കെ അയാൾക്ക് ഓർമ്മ വേണ്ടേ? വീട്ടുകാർക്ക് ഓർമ്മ വേണമല്ലോ. ഒരു 6 മാസമൊക്കെ അയാൾ മദ്യപിക്കാണ്ട് വളരെ കുട്ടപ്പനായിട്ട് നടന്നു. അത് കഴിഞ്ഞ് എന്തൊക്കെയോ ലഹളകൂടങ്ങൾ ഇയാളെ വീട്ടിൽ നിന്ന് ഇയാളെ പത്നി ഉണ്ടാക്കി. ലഹളയായി, കുടിച്ച് നശിപ്പിച്ചതാ, മറ്റതാ, മറിച്ചതാന്നൊക്കെ പറഞ്ഞിട്ട് ലഹള പോയിട്ട് ഈ 6 മാസം കഴിക്കേണ്ടതും ഒന്നിച്ച് പിന്നെ പാമ്പായിട്ടാ വരുന്നത്. പിന്നെ ഇരുകാരിയല്ല, 4കാരിയല്ല, 6കാരിയല്ല. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അതിനനുസരിച്ചൊരു സഹകരണം മറ്റേ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്. ഇത് ശ്രദ്ധിക്കുക. മനഃശാസ്ത്രപരമായിട്ട് വേണം അതിനൊക്കെ സമീപിക്കേണ്ടത്. പിന്നെ അയാൾ തനി കുടിയാനായി. എന്തായാലും മരിച്ചു, ആളിപ്പില്ല. ഇനിയിപ്പോൾ നേരെയാക്കാനൊന്നും വയ്യ. അയാൾ മരിച്ചു. ഇനി അവിടെ പോയിട്ട് നേരെയാവുക എത്തിയാവുന്ന വേണ്ട ചെയ്തോട്ടെ, നമുക്കറിയില്ല. അപ്പൊ പറഞ്ഞതിന്റെ താല്പര്യം, ദുസ്സംഗം ഉപേക്ഷിക്കാൻ ഒറ്റ വഴിയുള്ളൂ, സത്സംഗം ചെയ്യാം. അല്ലാണ്ട് നിങ്ങളൊക്കെ ദുർജനമാണ്, നിങ്ങളുടെ കൂടെ ഞാൻ കൂട്ടുകൂടില്ല എന്ന് പറയാൻ പറ്റില്ല. പറ്റുമോ? ആരോടെങ്കിലും അങ്ങനെ പറയാൻ പറ്റുമോ? നിങ്ങൾ വളരെ മോശമാട്ടോ, നിങ്ങളെ കൂടെ കൂട്ടുകൂടാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ആ സമയത്ത് നമ്മൾ സത്സംഗത്തിൽ വ്യാപരിക്കുക. മനസ്സിനെ ഒരു സദ്വിഷയത്തിലേക്ക് നമ്മൾ വ്യാപരിപ്പിക്കുക മാത്രമേ ദുസ്സംഗത്തെ ജയിക്കാനുള്ള വഴി ഉള്ളൂ. വേറെ വഴിയില്ല. വേറെ ഏതെങ്കിലും വഴി ആർക്കെങ്കിലും അറിയിച്ചാൽ പറയാം, വേറെ ഇല്ല. അല്ലാണ്ട് ദുസ്സംഗത്തെ ഉപേക്ഷിക്കാൻ പറ്റില്ല.
അത് ശ്രദ്ധിക്കുക. നമുക്ക് ഒന്നിൽ നിന്ന് ഒഴിവാകണമെങ്കിൽ വേറൊന്നിൽ ചേരുകയേ പറ്റുള്ളൂ. വേറൊന്നും ചേരാതെ മറ്റൊന്നും ഒഴിവാകാൻ പറ്റില്ല, ഉറപ്പ്. അപ്പൊ ഏതാ വേണ്ടു നിശ്ചയിച്ചിട്ട് അത് സ്വീകരിക്കണം, അത്രയേ ഉള്ളൂ. ഇല്ലെങ്കിലുള്ള കുഴപ്പം പറയാണ്, കാമക്രോധമോഹ സ്മൃതിഭ്രംശ ബുദ്ധിനാശ സർവനാശകാരണത്വാത്. കാമത്തിനും ക്രോധത്തിനും മോഹത്തിനും സ്മൃതിഭ്രംശത്തിനും ബുദ്ധിനാശത്തിനും സർവനാശത്തിനും കാരണമാകും. എന്ത്? ദുസ്സംഗം. കാമം, അതിനെ പ്രാപിച്ചാൽ സുഖം ഉണ്ടാവും, ഇതിനെ പ്രാപിച്ചാൽ സുഖം ഉണ്ടാവും എന്ന നിലയ്ക്ക് പലതിനെ പ്രാപിക്കാനുള്ള ആഗ്രഹം വരും. അതിപ്പോ നാലാള് കൂടി വർത്തമാനം പറയാന്ന് വിചാരിച്ചോളൂ. എന്ത് വിഷയങ്ങളൊക്കെയാ നമ്മൾ പറയുക? കൂടി ഇരുന്ന് വർത്തമാനം പറയുമ്പോൾ എന്താ പറയുക? അതത് ആൾക്കാർക്ക് യോജിച്ച വിഷയങ്ങളല്ലേ പറയുക. അതെ. അപ്പോ നമ്മുടെ മനസ്സിന്റെ വൃത്തികളെ പലതിലേക്ക് കൊണ്ടുപോകുന്ന തരം വ്യക്തികളോട് സംസാരിച്ചാൽ അവർക്ക് അത് തന്നെ പറയാനുണ്ടാവുള്ളൂ, വേറൊന്നും പറയാനുണ്ടാവില്ല. എന്താ പറയേണ്ടത്? പല പല വിഷയങ്ങളിലേക്കുള്ള ആഗ്രഹങ്ങൾ നമ്മളിൽ ജനിപ്പിക്കും. അതാണ് ഉണ്ടാവുക. അത് കേമാണ്, ഇത് കേമാണ് എന്നുള്ള നിലയ്ക്ക് പലതിലേക്ക് നമ്മുടെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന തരം, ആഗ്രഹങ്ങളെ ജനിപ്പിക്കുന്ന തരം വർത്തമാനങ്ങൾ. സ്ഥിതപ്രജ്ഞനൊന്നും അല്ലല്ലോ. ഒരു സ്ഥിതപ്രജ്ഞനായ ആളെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോ പലത് കേൾക്കുമ്പോ, അവരിൽ നിന്ന് പലത് കേൾക്കുമ്പോ, ഇവിടെ ഈ ഒരാള് ഒരു ചായ കുടിക്കാൻ ചായക്കടയിലേക്ക് പോവാന്ന് വിചാരിച്ചു. കേശവൻ ചായക്കടയിലേക്ക് പോവാ. അപ്പോഴാ രാമനെ കണ്ടത്. എന്താ ചായ കുടിച്ചില്ലേ? ഓ സന്തോഷം, ഞാൻ പോയിരുന്നു കുടിച്ചു വരാട്ടോ എന്ന് പറഞ്ഞ അയാൾ പോകും, അത്രയേ ഉള്ളൂ. നേരെ മറിച്ച് കേശവൻ ചായക്കടയിലേക്കല്ല ചായക്കടയിലേക്കാ പോകുന്ന വെച്ചാലോ, നിശ്ചയമായും രാമനെ വിളിക്കും. ആടോ, ഞങ്ങൾക്കിപ്പോ വരുന്ന പൈസ പ്രശ്നമല്ലോ, ഞാൻ വാങ്ങിത്തരാം. നമുക്ക് അതിനില്ല, പിന്നെ എന്തിനാ നമ്മുടെ സ്നേഹം? പിന്നെന്ത് സ്നേഹം നമ്മൾ തമ്മിൽ? ഈ സ്നേഹം ചായ വാങ്ങി കൊടുക്കുന്നതിലുണ്ടാവുക, കാപ്പി വാങ്ങി കൊടുക്കുന്നതിലുണ്ടാവും, ഉണ്ടാകുന്നത് നിങ്ങൾ അഭിപ്രായം? ഉണ്ടാവില്ല, ഉറപ്പാണ് ഉണ്ടാവില്ല, ഒരു സംശയമില്ല. അവിടെ അയാൾ ചായയുടെ വിലയൊക്കെ കൂട്ടും. എന്നാ വേണ്ട, അവനൊന്ന് വിളിച്ചിട്ടില്ലാച്ച നാളെ എനിക്ക് 2 ചായ കുടിക്കാലോ എന്ന് കൂട്ടും. മറ്റതല്ല, മറ്റേ വലിയൊരു ഉദാരന്മാരായിരിക്കും, വളരെ ഉദാരന്മാരായിരിക്കും. അവർ ക്ഷണിക്കല്ല, പോയില്ലെങ്കിൽ കരയും. അതെ. അപ്പം മറ്റേ അപ്പം മെല്ലെ മെല്ലെ ആഗ്രഹം തോന്നി, പാവട്ടെ, എന്ത് നല്ല കൂട്ടുകാരനായിട്ടത്, ഇത്ര നല്ല കൂട്ടുകാരനാണ്. അവിടെ ആശ്രമത്തില് അവിടെ ഒരു ദിവസം പല സാധുക്കൾ വരും. സാധുക്കൾ പലരും വരും. ഉത്തരഭാരതത്തിൽ നിന്ന് വരുന്ന മിക്ക സാധുക്കളെടുത്തും കഞ്ചാവ് ഉണ്ടാവും. നിർബന്ധ, സാധുവാണോ കഞ്ചാവ് ഉണ്ടാവും. അപ്പോ നമ്മൾ എന്താ ചെയ്യാറ്? അവര് കൊണ്ടുനടക്കും, അവരുടെ സ്വാതന്ത്ര്യം. ഒരു ദിവസം ഒരു സാധു, ഒരു സന്യാസി അവിടെയുള്ള ചെറുപ്പക്കാർക്കൊക്കെ കൊടുക്കാൻ തുടങ്ങി. വിവരം നമ്മളെടുത്ത് ഇതേവിടെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. നമ്മൾ നീ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ സാധനം തെളിവുണ്ടോ? ശരി, ഞാൻ ഇപ്പം തെളിവ് കൊണ്ടുവരാന്ന് പറഞ്ഞ് ഇപ്പം പോയി കുറച്ചു നേരം കഴിഞ്ഞാൽ പൊതിയും കൊണ്ടുപോകാൻ നല്ല കഞ്ചാവാ. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സ്വാമിജി എന്താ പറഞ്ഞ് ചെയ്യണത്, ഇത് സുഖമുണ്ടോ? പിന്നെ നമ്മൾ ആനന്ദം അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കൊടുക്കണ്ടേ? ഞാൻ പൈസയ്ക്കൊന്നും അല്ലല്ലോ കൊടുത്തത്. നമ്മൾ ഭഗവാന്റെ ശിവന്റെ പ്രസാദം അനുഭവിക്കുമ്പോൾ, ശിവപ്രസാദാണ്. അപ്പൊ ശിവന്റെ പ്രസാദം നമ്മൾ അനുഭവിക്കുമ്പോൾ, ആ സുഖം നമ്മൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടണ്ടേ? എന്നാ ഇതേ സ്വാമിയാർ ചായ കുടിക്കാൻ പോകുമ്പോൾ മറ്റൊരാളെ വിളിക്കോ? വിളിക്കില്ല. അതാ ഒരു ഉദാരന്മാരാന്ന്, വലിയ ഉദാരബുദ്ധിയാ. ഇത് പൊതുവെ ഉള്ളതാണ്. ശരിയല്ലേ നോക്കിക്കോളൂ, അത് മനസ്സിലാവും. പിന്നെ പല വർണ്ണനകളൊക്കെ കേൾക്കുമ്പോൾ നമ്മളും അതിൽ പെട്ടുപോകും. കാമത്തിന് കാരണമാവും.
കാമം അപ്രാപ്തമായ വസ്തുവെ സുഖഹേതുവിന് പ്രാപിക്കാനുള്ള ആഗ്രഹമാണ് കാമം. കാമം എങ്ങനെയെങ്കിലും തടുക്കപ്പെടുന്നു. അപ്പൊ എന്താവും? ക്രോധം. അവനോട് ക്രോധം, അവളോട് ക്രോധം, എല്ലാവരോടും ക്രോധം. തന്റെ കാമത്തിന് കൂട്ടു നിൽക്കാത്ത ആളോട് ക്രോധം, തന്റെ കാമത്തിന് തടസ്സം നിന്ന ആളോട് ക്രോധം. ക്രോധമയനാവുക, സംശയമില്ല. ആരൊക്കെ കാമത്തിന് തടസ്സമാണെന്ന് തോന്നുന്നുണ്ടോ അവരോടൊക്കെ ക്രോധം. ഇത് മനുഷ്യ സ്വഭാവമാണ്. അതാണ് കുതശ്ചിത് പ്രതിഹതാത് കാമാത് ക്രോധ ഭവതി. ഏതെങ്കിലും പ്രകാരത്തിൽ തടയപ്പെടുന്ന കാമത്തിൽ നിന്ന് ക്രോധം ഉണ്ടാകും. ക്രോധം ഉണ്ടാകുമ്പോൾ ക്രോധമായിരിക്കുന്ന, ക്രോധത്തിന് വിഷയമായിരിക്കുന്ന ആളെ അകറ്റാൻ നോക്കും. എല്ലാ തരത്തിലും ദോഷങ്ങൾ കാണും, ഒക്കെ ചെയ്യും. അങ്ങനെ വരുമ്പോഴോ മോഹം ഉണ്ടാവും. എന്താ മോഹം? ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ. എന്താണ് ചെയ്യേണ്ടത്, എന്താ ചെയ്യരുതാത്തത്? അപ്പൊ നമ്മൾ സാമാന്യമായി മനസ്സിലാക്കി വെച്ചിട്ടുള്ള, നമ്മുടെ ഉള്ളിൽ ഉറച്ച ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യണം എന്നുള്ള ഭാവങ്ങളുണ്ടാവും. അതൊന്നും മനസ്സിലാവില്ല, ഒരു പിടിപാട് കിട്ടില്ല, വേണ്ടതും വേണ്ടാത്തതും ഒന്നും തിരിച്ചറിയില്ല. അതാണ് മോഹാവസ്ഥ. അങ്ങനെ മോഹം വന്നു കഴിഞ്ഞാലോ സ്മൃതിഭ്രംശം വരും. ഗുരുനാഥന്മാരിൽ നിന്ന്, അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കി വെച്ചിട്ടുള്ളതും നമ്മൾ നമ്മുടെ മനനം കൊണ്ട് ഇത്രയും കാലം ഉറപ്പിച്ചതുമായ അറിവുകൾ മുഴുവൻ ഭ്രംശിക്കപ്പെട്ടു പോകും. അറിവ് സമ്പാദിച്ചത് എത്രയോ കാലത്തെ പ്രയത്നം കൊണ്ട്, പഠനം കൊണ്ടുവാ. പക്ഷേ അവ ഭ്രംശിക്കപ്പെടാൻ ഒരു സെക്കൻഡ് മതി. ഭ്രംശിച്ചു പോകും. ശാസ്ത്രം പഠിച്ചിട്ട് അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, ഗുരുവിൽ നിന്ന് ഒക്കെ മനസ്സിലാക്കിയിട്ടുള്ളതെല്ലാം ഭ്രംശിക്കപ്പെടും. അങ്ങനെ സ്മൃതിഭ്രംശം വന്നാലോ ബുദ്ധിനാശം വരും. ബുദ്ധി കാര്യാകാര്യ വിവേകമാണ്. കാര്യാകാര്യ വിവേകം നഷ്ടപ്പെട്ടു. നൊന്ത് പറ്റ കുഞ്ഞിനെ കൊല്ലുന്നുണ്ട് ദേഷ്യം പിടിച്ച്, പെട്ടെന്ന് ക്രോധത്തിൽ. പിന്നെയാണ് അയ്യോ എന്ന് പറയുക. അതാണ് ക്രോധം വന്നാൽ. മോഹം വരും, മോഹം കൊണ്ട് സ്മൃതിഭ്രംശം വരും, സ്മൃതിഭ്രംശം കൊണ്ട് ബുദ്ധിനാശം വരും. ബുദ്ധിനാശം വന്നാലോ സർവനാശം. കാരണം മനുഷ്യന്റെ ആകെയുള്ള കഴിവ്, ആകെയുള്ള മഹിമ ബുദ്ധിയാണ്. വേറെ ഒന്നും നമുക്ക് കേമത്വം ഇല്ല. ഉണ്ടോ? വേറെ എന്തെങ്കിലും കേമത്വം ഉണ്ടോ പറയൂ? മനുഷ്യന് ഒരുപാട് കേമത്വം ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ആ കേമത്വങ്ങളൊക്കെ മറ്റു ജന്തുക്കൾക്കും ഉണ്ട്. ഇല്ല? എന്താ അഭിപ്രായം? ആ കേമത്വങ്ങളൊക്കെ സ്വാഭാവികമായി മറ്റു ജന്തുക്കൾക്കില്ലേ? ഉണ്ട്. മനുഷ്യന് എന്ത് കേമത്താണുള്ളത്? 2 ദിവസം കുളിച്ചിട്ടില്ലാതെ തന്നെ അടുത്തേക്ക് വരാൻ വയ്യ മനുഷ്യന്റെ. മറ്റുള്ള ജന്തുക്കൾക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ടോ? ഈ എന്തു വെട്ടിത്തിളക്കണ പല്ലാണ് പട്ടിയുടെ പൂച്ചയുടെ ഒക്കെ. അവരേത് പൽപ്പൊടിയാ ദിവസം ഉപയോഗിക്കുന്നത്? ഏത് വേസ്റ്റാ? ഏത് വേസ്റ്റ് അറിയില്ല. പട്ടി പേസ്റ്റ്, പൂച്ച പേസ്റ്റ് ഏതാണ്? ഒന്നുമില്ല. നല്ല വെട്ടിത്തിളക്കണ പല്ല. ശ്രദ്ധില്ല. ശരിയല്ലേ പറഞ്ഞത്? മനുഷ്യനാണെങ്കിലോ 2 ദിവസം പല്ലേക്കാതിരുന്നോട്ടെ, സ്വാമി കുറച്ച് ദൂരെ നിൽക്കൂട്ടോ പറയും. കാര്യമൊക്കെ ശരി തന്നെ. 4 ദിവസം കുടിച്ചില്ലാച്ചുള്ള സ്ഥിതി എന്താ? എന്ത് കേമത്ത മനുഷ്യനുള്ളത്? ഏറ്റവും സുന്ദരന്മാരും സുന്ദരിമാരും മറ്റു ജീവികളില്ല. ഒരു മേക്കപ്പും വേണ്ട. ആണോ? എന്ത് സ്വാഭാവികമായിട്ട് മയിലായാലും കുയിലായാലും സിംഹമായാലും എല്ലാം, പശുവായാലും നല്ല ചന്തമായ എല്ലാവർക്കും. മറ്റത് കണ്ണാടി നോമ്പിൽ അരമണിക്കൂർ ഒന്ന് തിരിഞ്ഞ് മറിഞ്ഞ് നോക്കി അവസാനമൊക്കെ ശരിയായി എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങണം. അപ്പം തന്നെ ഒരു മഴ കൊണ്ടാ പോയി. അരമണിക്കൂർ മേക്കപ്പ് ചെയ്താൽ മുഴുവൻ പോകാൻ ഒറ്റ മഴ മതി, അല്ലെങ്കിൽ ഒന്ന് വേർത്താൽ മതി. മറ്റതൊന്നും പ്രശ്നമല്ല. എന്ത് കേമത്താൽ? ആകെ കൂടി ഒറ്റ കേമത്തേ ഉള്ളൂ മനുഷ്യൻ. ഒറ്റ കേമത്ത ബുദ്ധി, വേറൊന്നുമില്ല. ബുദ്ധി എല്ലാവരെക്കാളും
മികച്ചത് മനുഷ്യൻ തന്നെയാണ്. എന്നല്ല, ജ്ഞാനസാമർഥ്യം നോക്കിയാൽ ദേവന്മാരെക്കാൾ മുമ്പിലാണ് നമ്മൾ. ശാസ്ത്രാനുസരിച്ചാണ് നമ്മൾ പറയണതല്ല. സുഖാനുഭവത്തിന് ദേവന്മാർക്കാണ് കൂടുതൽ യോഗ്യത. മനുഷ്യനേക്കാൾ സുഖാനുഭവത്തിന് യോഗ്യത ദേവന്മാർക്കാണ് അത്രേ. എന്നാൽ ജ്ഞാനാനുഭവത്തിന് ദേവന്മാരെക്കാൾ എത്രയോ മികച്ചവരാണ് മനുഷ്യന്മാർ. ഇത്ര ഉത്കൃഷ്ടമായ ജന്മം നമുക്ക് ലഭിച്ചു എന്ന് പറഞ്ഞാൽ അതിനേക ഹേതു ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധി നശിച്ചാലോ മുഴുവൻ പോയി. അതുകൊണ്ടാണ് ബുദ്ധിനാശാത് സർവനാശം എന്ന് പറഞ്ഞത്. വാസ്തവത്തില് ഭഗവത്ഗീതയിലെ 2 ശ്ലോകങ്ങളുടെ ഏകദേശ അനുവാദം നമുക്കിവിടെ കാണാം. ഭഗവത്ഗീത 2-ാം അധ്യായത്തിൽ ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ സംഗാ സഞ്ജായതേ കാമഃ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹഃ സമ്മോഹാത് സ്മൃതിവിഭ്രമഃ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശഃ ബുദ്ധിനാശാത് പ്രണശ്യതി എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ ധ്യായതോ വിഷയാൻ പുംസഃ സംഗസ്തേഷൂപജായതേ, വിഷയങ്ങളെ ധ്യാനിക്കുന്നതായ മനുഷ്യന് അവയിൽ സംഘം ഉണ്ടാവും. എന്താ വിഷയങ്ങളെ ധ്യാനിക്കുക പറഞ്ഞാൽ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. അത് ഏതെങ്കിലും വിഷയം എടുത്തോളൂ. ആണ്, പെണ്ണ്, അല്ലെങ്കിൽ വസ്തുക്കള്, സ്ഥാനമാനങ്ങള്, ഇന്നതെന്നില്ല, പേര്, പ്രശസ്തി, പണം, അത് ഇത് എന്തും ആവാം, എന്ത് വിഷയമാവാം. ഇന്നതാണ് പ്രധാനം എന്ന് പറയാൻ പറ്റില്ല. ഒരു വിഷയം ഒഴിവാക്കി വേറെ വിഷയത്തിന് പരിശ്രമിക്കും. ഇല്ല. ഇന്നതാണ് പ്രധാനം എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? ഏറ്റവും ആകർഷിക്കുന്ന വിഷയം ഇന്നതാന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. പലതാണ്. അത് പണാണെന്നോ ആണാണെന്നോ പെണ്ണാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. പണത്തിന് പെണ്ണിനെ ഒഴിവാക്കുന്നുണ്ട്, പെണ്ണിനെ ഒഴിവാക്കി പണമുണ്ട്, പണത്തിന് ഒഴിവാക്കി പെണ്ണുണ്ട്, ഇതൊക്കെ ഉണ്ട്. പെണ്ണെന്ന് പറഞ്ഞാൽ ആണ് പെണ്ണെന്ന് മനസ്സിലാക്കണം. പലതും പേരും പ്രശസ്തി ഉണ്ടാക്കാൻ എന്ത് ജില്ലാനും ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്. ഇല്ല, ഉണ്ട്. എന്ത് പേരില്ലെങ്കിലും കുഴപ്പമില്ല, ജില്ലാനുണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. പല ജാതിയാണ്, എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പോ ഏത് വിഷയത്തെ തന്നെ നമ്മൾ മനസ്സിൽ ഇങ്ങനെ ധ്യാനിച്ചിരുന്നാലും അതുമായി സംഘം ഉണ്ടാവും. മനസ്സ് തഥാകാരമായി മാറും. അങ്ങനെ സംഘം വന്നാലോ എനിക്ക് വേണമെന്നുള്ള ആഗ്രഹവും. സംഘം വന്ന ഏത് വിഷയത്തുമായിട്ട് സംഘം വന്നാലും അത് എനിക്ക് എന്നുള്ള ആഗ്രഹം ഉണ്ടാവും, ഉറപ്പാണ്. കാമങ്ങളൊക്കെ നമുക്ക് കിട്ടുമോ? കാമങ്ങളെ കിട്ടില്ല. ലോകം എങ്ങനെയാ? കിട്ടില്ല. എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ക്രോധായി. ക്രോധം വന്നാലോ ക്രോധാത് ഭവതി സമ്മോഹ, സമ്മോഹം വരും. ശരിയും തെറ്റും തിരിച്ചറിയാത്ത അവസ്ഥ. പറയരുതാത്ത എന്താ, ചെയ്യരുതാത്തത് ഒന്നും അറിയില്ല. ആ സമ്മോഹ സ്മൃതി വിഭ്രമ. നമ്മൾ തന്നെ പഠിച്ചിട്ടുള്ളത്, അമ്മ ഉപദേശിച്ചത്, അച്ഛൻ ഉപദേശിച്ചത്, ഗുരുജനങ്ങൾ ഉപദേശിച്ചത് ഒക്കെ മാറിപ്പോ, ഒന്നും പിടിയിട്ടില്ല. തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വരും. സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ. അപ്പൊ ബുദ്ധിനാശം വരും, കാര്യകാര്യ വിവേകം നഷ്ടം. ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധിനാശം കൊണ്ട് സമ്പൂർണ്ണ നാശം വരും. ഈ ഭഗവത്ഗീത വാക്യങ്ങൾക്ക് വാസ്തവത്തിൽ അനുസൃതമാണ് ഈ ഒരു സൂത്രം. കാമ ക്രോധ മോഹ സ്മൃതി ഭ്രംശ ബുദ്ധിനാശ സർവനാശ കാരണത്വാത്. വ്യക്തമാണല്ലോ ഇല്ലേ? അതുകൊണ്ട് ദുസ്സംഗം എല്ലാ പ്രകാരത്തിലും ഒഴിവാക്കണം. ഇതാണ് മുഖ്യമായ ഉപദേശം. അവിടെ ഒരു ഒറ്റ സൂത്രം കൂടിയുണ്ട്, അത് കഴിഞ്ഞാൽ വേറെ വിഷയമാണ്, അതും കൂടി പറയാം. അതെന്താ വെച്ചാ, തരംഗായിത അപി ഇമേ സംഗാത് സമുദ്രായന്തി. ഈ ദോഷങ്ങളൊക്കെ എല്ലാവരിലും ഉണ്ടാവും, നമ്മളിലൊക്കെ ഉണ്ടാവും ഈ ദോഷങ്ങളൊക്കെ. കുറച്ച് കാമമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? കുറച്ച് ക്രോധമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വെറുതെ കള്ളം പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ ഉള്ളിൽ ക്രോധമൊന്നുമില്ല സ്വാമി, വെറുതെ പറയരുത്. സമയം വരുമ്പോഴേ അറിയുള്ളൂ. ക്രോധം ഉണ്ടാവും, കുറച്ചൊക്കെ മോഹം ഉണ്ടാവും, കുറച്ചൊക്കെ സ്മൃതിഭ്രംശം ഉണ്ടാവും, ഉണ്ടാവില്ല?
കുറച്ചൊക്കെ ബുദ്ധിനാശം നമുക്കൊക്കെ ഉണ്ടാവില്ല, ഉണ്ടാവും. കുറച്ചൊക്കെ പോയിട്ട് ചിലപ്പോൾ നല്ലോണം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോ അത് പലപ്പോഴും തിരിച്ചറിയാൻ വിഷമാട്ടോ. കാരണം നമ്മളെപ്പോഴും മറ്റുള്ളവരെ തൂക്കാനും വളക്കാനും പോവുക. അവനെ അവളെ നോക്കാനാണ് നമ്മളുടെ ഇഷ്ടം, ഇല്ലേ? അത് അവൻ ശരിയില്ല, അവൻ ശരിയില്ലാതെ നീ ആരുടെ, നീ ശരിയല്ല. നമ്മളിലേക്ക് നമ്മൾ നോക്കാറില്ല, മറ്റുള്ളവർ നോക്കിയിട്ടാ പറയുക. അപ്പൊ എല്ലാവരിലും ഈ പറഞ്ഞ കാമക്രോധ ലോഭ മോഹ മതങ്ങള് അതുപോലെ ഒക്കെ ഉണ്ടാവും. കാമം, ക്രോധം, മോഹം, സ്മൃതിഭ്രംശം, ബുദ്ധിനാശം ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും. ഇല്ലാത്ത ആരും ഉണ്ടാവില്ല. അതാണ് പറയണത്, തരംഗായിത, ഒരു തരംഗം പോലെ, ചെറിയൊരോളം പോലെ ഇതൊക്കെ നമ്മളിൽ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഉണ്ടെങ്കിൽ സംഘാത് സമുദ്രായന്തി, ദുസ്സംഗം കൊണ്ട് സമുദ്രം പോലെ ആയിത്തീരും. ചെറിയൊരു ഓളം പോലെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ, ഒരു തിരയുടെ അത്ര നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ ദുസ്സംഗത്ത് പെട്ട് കഴിഞ്ഞാൽ അത് സമുദ്രം പോലെയാവും. അതായത് ഒരു തിര പോലെ, തിരയുടെ അത്ര ചെറിയ ഈ ചിത്തദോഷങ്ങള് ദുസ്സംഗം കൊണ്ട് സമുദ്രം പോലെ അളവറ്റതാകും. നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല, ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. കാരണം നമ്മളതിൽ പെട്ടു കഴിഞ്ഞാൽ തിരിച്ചറിയില്ല. പിന്നെ ജീവിതത്തിൽ എന്തെങ്കിലും അടി കിട്ടിയിട്ട് മാറി എന്ന് നോക്കുമ്പോഴാണ് അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്തുവല്ലോ, ഇങ്ങനെയൊക്കെ ഉണ്ടായില്ലോ എന്നൊക്കെ നമ്മൾ ഓർമ്മിക്കുക. അതാ ശ്രദ്ധിക്കണ്ടേ. ഇന്നിപ്പോ ദിവസവും ഈ കൂട്ടത്തില് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫോൺ വിളിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും വിളിക്കില്ലേ, ഇല്ലേ? ഇപ്പൊ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഒരു പരസ്യം കേട്ടേ വേറെ ഇതിലേക്ക് പോകും. ദുസ്സംഗത്തിൽപ്പെടരുത്, ദുസ്സംഗ സർവദൈവത്യാജ്യ. അതാണ് അല്ലേ, അതല്ലേ കേൾക്കണത്. ഞങ്ങൾ കേൾക്കണില്ലേ സ്വാമി, എന്റെ അർത്ഥം മനസ്സിലാക്കി നോക്കുക. അതല്ലേ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുക, അതാ ഇതാന്നുള്ള വീട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് കോടികൾ സമ്പാദിക്കാൻ തുടങ്ങിയ പരസ്യങ്ങളിൽ വീണു പോകരുത്. അവ സൈബർ കുറ്റവാളികൾ ഒരുക്കുന്ന ഇതാ ഇപ്പൊ കേട്ടോണ്ടിരിക്കണതല്ലേ. അത് ഇനിയിപ്പോ നേരത്തെ പറഞ്ഞതേ, ഇത് തരംഗ സമാനം ഇതിനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. കുറച്ച് എന്തായാലും ഇപ്പോ അങ്ങനെയല്ലേ. അവൾ അപ്സരസനെ പോലെ ആട്ടോ, എന്താ സുന്ദരി എന്ന് വിചാരിച്ചു. ഇജാതി ഒരു സുന്ദരി ലോകത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് കാണാൻ തോന്നി, കേട്ടപ്പോൾ കാണാൻ തോന്നി, കണ്ടപ്പോ കെട്ടാൻ തോന്നി. ബാക്കി പറയണ്ട, ബാക്കി എന്താ, കെട്ടി നോക്കുമ്പോൾ കഷ്ടം പെട്ടുപോയെന്നും തോന്നി. ഇതിലാണ് മിക്കവാറും ഉണ്ടാവുക. കുഞ്ഞുണ്ണി മാഷ അതിന്റെ അപ്പുറത്ത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, തോന്നലാണ് എല്ലാം എന്നതൊരാശ്വാസമായി തോന്നി. ഇതൊക്കെ ഒരു തോന്നലാന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസം. അത് അദ്ദേഹം വേദാന്തി ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാവാറില്ല. ബാക്കിയുള്ളവരെ എത്താറുണ്ട്, അതുവരെ എത്തും, ഇല്ലേ? ആലോചിച്ച് നോക്കൂ. കേട്ടപ്പോ കാണാൻ തോന്നി, കണ്ടപ്പോ കെട്ടാൻ തോന്നി, കെട്ടി നോക്കുമ്പോൾ കഷ്ടം പെട്ടുപോയെന്നും തോന്നി. തോന്നലാണെല്ലാം എന്നത് ഒരാശ്വാസമായും തോന്നി. അതൊരു സമാധാനം, പ്രശ്നമാണ്. അത് നമുക്ക് ഉണ്ടാവുകയില്ല. അതാണ് വേദാന്തത്തിന്റെ ഗുണം. അതുണ്ടാവുകയില്ല, ബാക്കിയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പൊ ഇതാണ് ദുസ്സംഗം കൊണ്ട് എന്തൊക്കെ വർണ്ണനകളാ പറയുക. ഓരോ പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒന്നും വേണ്ട. ഇവിടുന്ന് ഹൈവേ ഇപ്പൊ പരസ്യങ്ങൾ കുറവുണ്ടോ? ഇല്ല, ഇപ്പൊ കുറവാ. റോഡ് പണിയൊക്കെ ആയത് കാരണം പത്രങ്ങളിൽ വരുന്ന പരസ്യം നോക്കിയാൽ മതി. മാധ്യമങ്ങളിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മണിക്കൂർ ഒരു TV ഷോ കണ്ടാൽ മതി, എത്ര പരസ്യം ഉണ്ടാവും. ഈ പരസ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുകയില്ലേ ഇത് വേണ്ടത് തന്നെയാണെന്ന്? ഇതൊന്നും ഇല്ല, ചന്ത് കാര്യം എന്ന് തോന്നിപ്പോ. പെട്ട് കഴിഞ്ഞാലോ പെട്ട് തന്നെയാണ്. ചിന്തിക്കുക. പലതരം പ്രലോഭനങ്ങൾ. അതുകൊണ്ട് തരംഗ സമാനം ഒരു ചെറിയ തിര പോലെ ഉണ്ടായിരുന്ന ദോഷങ്ങള് ദുസ്സംഗം കൊണ്ട് സമുദ്ര സമാനം ആക്കും. അതുകൊണ്ട് എല്ലാ പ്രകാരത്തിലും ദുസ്സംഗം ഒഴിവാക്കേണ്ടതാണ് എന്നാണ്. ഇതാണ് ആ പ്രകരണം കഴിഞ്ഞത്. ഇനി വേറൊരു പ്രകരണമാണ്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം
ശ്രദ്ധിക്കുക. ഇന്ന് സംശയങ്ങളൊന്നുമില്ല, സമയം വൈകി. ശരി. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.